രാവിലെ മലയാള ദിനപത്രങ്ങൾ, ലീഡിംഗ് ദിനപത്രങ്ങളൊക്കെ എടുത്തപ്പോൾ ജീവാനന്ദം, എന്താണ് ഈ ജീവാനന്ദം എന്ന് വിചാരിച്ച് അകത്തേക്ക് കണ്ണോടിക്കുമ്പോൾ നമുക്ക് മനസ്സിലായത് 2024-25 ബജറ്റിൽ നമ്മുടെ ധനമന്ത്രി ശ്രീ ബാലഗോപാൽ ഒരു പ്രപ്പോസൽ വച്ചിരുന്നു. അതായത് വിഭവ സമാഹരണാർത്ഥം ആന്വിറ്റി പദ്ധതി സർക്കാർ ജീവനക്കാർക്കായി കൊണ്ടുവരും. അതായത് സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് ഒരു തുക പിടിച്ചെടുക്കുക, എല്ലാ മാസവും ഒരു തുക പിടിക്കുക. ആ പിടിക്കുന്ന തുക അതായത് അവർ പെൻഷനായി കഴിഞ്ഞതിന് ശേഷം റെഗുലറായിട്ട് ഓരോ മാസവും അവർക്ക് ക്രമമായി കൊടുക്കുക. അതായത് ഒരു പെൻഷൻ സ്കീം പോലെ അങ്ങനെ കൊടുക്കുക. അപ്പോൾ ഓർത്തു, ഇതെന്താ ഇങ്ങനെ ഒരു സ്കീം കൊണ്ടുവന്നിരിക്കുന്നത്? കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെഡിസിപ്പ് എന്ന് പറഞ്ഞ ഒരു സ്കീമുണ്ട്. മെഡിസെപ്പ് എന്തിനുള്ളതാണ്? മെഡിസെപ്പ് 500 രൂപ വീതം ഓരോരുത്തരുടെയും ശമ്പളത്തിൽ നിന്ന് പ്രതിമാസം പിടിക്കുന്നു. അത് ആരോഗ്യ ഇൻഷുറൻസ് ആയിട്ടാണ് പിടിക്കുന്നത്. ഏതെങ്കിലും രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞ് ചികിത്സയ്ക്ക് വേണ്ടി പ്രൈവറ്റ് ഹോസ്പിറ്റലിലോ ഗവൺമെന്റ് ഹോസ്പിറ്റലിലോ പോയാൽ അവിടെ ആ ചെലവ്. പക്ഷെ എത്ര വർഷമായി മെഡിസിപ്പ് തുടങ്ങിയതിന് ശേഷം ഞാൻ തന്നെ ചില സർജറിക്കൊക്കെ പോകേണ്ടി വന്നിട്ടുണ്ട്. എനിക്ക് അതിൽ നിന്ന് ഒരു പൈസ പോലും, അതായത് ഗവൺമെന്റ് ധനപ്രതിസന്ധിയിലായതുകൊണ്ട് തന്നെ സ്വകാര്യ ആശുപത്രികൾ ആരും തന്നെ ഈ മെഡിസെപ്പിലേക്ക് ചേരാൻ കൂട്ടാക്കുന്നില്ല. അത് മാത്രവുമല്ല, മെഡിക്കൽ കോളേജിൽ കിട്ടാത്ത പല സേവനങ്ങളും ഇപ്പം നമുക്കറിയാം. ഈ കഴിഞ്ഞ 2 വർഷമായിട്ട്, ഏതാനും വർഷങ്ങളായിട്ട്, ഇപ്പൊ പ്രത്യേകിച്ചും മെഡിക്കൽ കോളേജിൽ ഒരുമാതിരിയുള്ള സർജറികൾ ഒന്നും നടത്താൻ നിവൃത്തിയില്ല. ഉപകരണങ്ങളില്ല, മരുന്നില്ല, സൗകര്യങ്ങളില്ല. അത്തരം സാഹചര്യത്തിൽ നമ്മൾ മറ്റു സ്വകാര്യ ആശുപത്രികളിൽ പോകേണ്ടി വരും. അപ്പം അങ്ങനെ ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്നലെ തന്നെ കേട്ട ഒരു കഥയുണ്ട്. അത് ഒരു ക്യാൻസർ പേഷ്യൻ്റ് ഹൃദ്രോഗം അറിയാൻ വേണ്ടി ഹൃദയത്തിൻ്റെ ഒരു ടെസ്റ്റിന് വേണ്ടി ലാബിൽ പോയി. ഹിൻഡ് ലാബ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും. ഹിൻഡ് ലാബ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നടത്തുന്ന ഒരു ലാബ് സിസ്റ്റമാണ് ഹിൻഡ് ലാബ് എന്ന് പറയുന്നത്. വളരെ കുറഞ്ഞ ചെലവിലാണ് അവിടെ എല്ലാത്തരം ടെസ്റ്റുകളും നടത്തുന്നത്. പക്ഷേ നമ്മുടെ ഈ പേഷ്യൻ്റ്, ഞാൻ ഉപദേശിച്ച ഈ ക്യാൻസർ പേഷ്യൻറ്റിന് പോകേണ്ടി, ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ഒരു മൾട്ടി ഇതായിട്ടുള്ള വലിയ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വീണ്ടും ടെസ്റ്റ് നടത്തണം. ഇവിടെ നടത്തിയ ടെസ്റ്റ് പോരാ. അപ്പോൾ അവിടെ വീണ്ടും ഹൃദയത്തിൻ്റെ ടെസ്റ്റ് നടത്തിയപ്പോൾ 250, ഇവിടെ 70 രൂപ ചിലവായത് അവിടെ 250 രൂപ ചിലവായെന്ന്. റിസൾട്ട് ഡിഫറൻ്റ് ആയിരുന്നില്ല. ഡിഫറൻ്റ് എന്ന് വെച്ചാൽ ഹിൻഡ് ലാബിൽ വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന ലാബാണ്. അത് ആ ഹോസ്പിറ്റലിനും അറിയാം. പക്ഷെ അവരുടെ വരുമാനം കുറയരുതല്ലോ, അതിനുവേണ്ടി അവിടുന്ന്. അപ്പം ഇതുപോലെയാണ് ഈ മെഡിസെപ്പ് തുടങ്ങിയിട്ടും നമ്മൾ ഏത് ഹോസ്പിറ്റലിൽ ചെന്നാലും മെഡിസെപ്പ് എന്നുള്ളത് ക്ലെയിം ചെയ്യാൻ ആശുപത്രിക്കാർക്ക് താല്പര്യമില്ല. അങ്ങനെ ഒരു കുരുക്കില് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ, ഗവൺമെന്റ് സർവൻസിന് ആക്കിയിട്ടിരിക്കുകയാണ്. അത് പോരല്ലോ. അത് പോരാത്തതിന് പകരമാണ് ഇപ്പോൾ പങ്കാളിത്ത പെൻഷനും. പങ്കാളിത്ത പെൻഷൻ തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പങ്കാളിത്ത പെൻഷൻ ശരിയായ നടപടി തന്നെയാണ്. ശരിയായ രീതിയിൽ മുൻപോട്ട് പോയാൽ അപ്പോൾ ഇങ്ങനെ ഈ 2 സ്കീമിൽ പൈസ, പങ്കാളിത്ത പെൻഷനിലും ഇവരുടെ ശമ്പളത്തിൽ നിന്ന് തന്നെ, അതായത് നാരായണ കമ്മീഷൻ അവരുടെ കോൺട്രിബ്യൂഷൻ 14% വർദ്ധിപ്പിക്കണമെന്നോ മറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവരുടെ കോൺട്രിബ്യൂഷനുണ്ട്, സർക്കാരിൻ്റെ കോൺട്രിബ്യൂഷനുണ്ട്. അതും 12% വർദ്ധിപ്പിക്കണമെന്നാണ് നാരായണ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 2 മെഡിസെപ്പിലേക്ക് ഇവർ 500 രൂപ വീതം ഒരു മാസം കൊടുക്കുന്നു. മറ്റേ ശമ്പളത്തിൻ്റെ 14% അവർ കൊടുക്കുന്നു കോൺട്രിബ്യൂട്ടറി പെൻഷനിലേക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ മൂന്നാമതൊരു സംഭാവന പോലെ, അല്ലെങ്കിൽ ഒരു വിഭവ സമാഹരണ പദ്ധതി കൊണ്ടുവന്ന് ഇവരുടെ തലയിൽ കെട്ടിവെക്കുന്നതിൻ്റെ ലോജിക്ക് ഒട്ടും മനസ്സിലാകുന്നില്ല എന്നെനിക്ക് തോന്നി ഞാനത് വായിച്ചപ്പോൾ. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്, ഗവൺമെന്റിന്റെ ഈ ധനപ്രതിസന്ധിയിൽ നിന്നും തലയൂരാനായിട്ട് കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു സിദ്ധ ഔഷധമാണ് ഈ വിഭവ സമാഹരണ രീതി എന്ന്. ഇങ്ങനെയുള്ള ഔഷധങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ ഗവൺമെന്റ് ഒരിക്കലും അതിൻ്റെ വരും വരായികകൾ ശ്രദ്ധിക്കാറില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് 2006 നിലവിൽ വന്ന LDF ഗവൺമെന്റ് ആണ് ഒട്ടുമിക്ക പദ്ധതികളെയും മിഷൻ മോഡിലേക്ക് മാറ്റിയത്.
അതായത് ആർദ്രം മിഷൻ, ലൈഫ് മിഷൻ, ഇങ്ങനെ 4 പ്രധാനപ്പെട്ട മിഷനുകളാണ് തുടങ്ങിയത്. അപ്പം വകുപ്പുകളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, ഈ വകുപ്പ് എങ്ങനെയാണ്, അതായത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സർക്കാർ ഒന്ന് തിരിഞ്ഞു നോക്കണം. എങ്ങനെയാണ് ഇത്ര രൂക്ഷമായ ധനപ്രതിസന്ധിയിലേക്ക് സർക്കാരിനെ കൊണ്ടെത്തിച്ചത്, ഖജനാവിനെ 0 അക്കൗണ്ട് പോലെ ആക്കിയത്? ഇതാ ഇപ്പൊ 1-ാം തീയതി തന്നെ കൊടുക്കും ശമ്പളം എന്ന് പറഞ്ഞ KSRTC-കാർക്ക് കൊടുത്തിട്ടുണ്ടോ? 1-ാം തീയതി തന്നെ ശമ്പളം കൊടുക്കേണ്ട സർക്കാർ ജീവനക്കാർക്കൊക്കെ കൊടുക്കാൻ പറ്റിയോ? ഒരു പക്ഷെ പറ്റി കാണും. കാരണം 3500 കോടി കടമെടുത്തത് കഴിഞ്ഞ ദിവസമാണ്. അതുകൊണ്ട് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുത്തു കാണും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തന്നെയും എങ്ങനെയാണ് ഇത്ര രൂക്ഷമായ ധനപ്രതിസന്ധിയിലേക്ക് ഈ ഗവൺമെന്റ് മൂക്കുകുത്തിയത്? ഈ ഗവൺമെന്റ് മൂക്കുകുത്തിയത് ഇതിനു മുൻപുള്ള ഗവൺമെന്റുകൾ അങ്ങോട്ടുള്ള ആ യാത്ര തുടർന്നുകൊണ്ടിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി കാണേണ്ടത് ഈ 4 മിഷൻ മോഡിലേക്ക് എല്ലാ ഗവൺമെന്റിന്റെ എല്ലാ പദ്ധതികളെയും കേന്ദ്രീകരിച്ചു വിട്ട 2006 മുതൽ 2011-12 വരെ ഭരിച്ച LDF ഗവൺമെന്റ് ആണ്. ആ LDF ഗവൺമെന്റ് 4 മോഡിൽ കൊണ്ടുവന്നിട്ട് എന്താണ് ചെയ്തത്? ഞാൻ സർക്കാരിലെ വകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് തന്നെയാണ് ഈ കാര്യങ്ങൾ പഠിച്ചിരിക്കുന്നത്. ഈ ഏതെങ്കിലും, അതായത് ഇപ്പൊ ലൈഫ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട ഏത് പദ്ധതി വന്നാലും അതിനോട് ബന്ധപ്പെട്ട ആ വകുപ്പുകളെ മാറ്റി നിർത്തിക്കൊണ്ട് അതിന്റെ ഫണ്ട് വകുപ്പുകൾക്ക് കൊടുത്ത് വകുപ്പുകൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഫണ്ട് ഈ മിഷനിലേക്ക്, ലൈഫ് മിഷനിലേക്ക് മാറ്റുന്നു. ഫണ്ട് ലൈഫ് മിഷനിലേക്ക് മാറ്റിയിട്ട് അത് പുറം കരാർ കൊടുക്കുന്നു. എന്തൊരു സുഖമുള്ള പരിപാടിയാ! പുറം കരാർ കൊടുക്കുന്നു. നമ്മൾ കേട്ടതല്ലേ AI ക്യാമറയുടെ കാര്യത്തില് കേരളത്തിൽ എന്താണ് സംഭവിച്ചത്? കെൽട്രോണിനെ ഏൽപ്പിക്കുന്നു, കെൽട്രോൺ അത് മറ്റ് ഏജൻസികളെ ഏൽപ്പിക്കുന്നു. അങ്ങനെ പല പല തട്ടുകളിലായിട്ട് പോക്കറ്റ്, ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കറ്റ് നിറച്ചു കൊടുക്കുന്നു. ആ വിധിയിലൂടെ ഖജനാവിലെ പണമാണെന്ന് ഓർക്കണം ഇങ്ങനെ ഈ മിഷൻ മോഡിലൂടെ പുറം കരാർ എന്ന് പറഞ്ഞ് തട്ടി തട്ടി കളിക്കുന്നത്. അങ്ങനെ തട്ടി തട്ടി കളിച്ചതിന്റെ ഫലമായിട്ടാണ് ആ പ്രാവശ്യം തന്നെയാണ് അവർ കിഫ്ബി ആക്ട് കൊണ്ടുവന്നത്. 2011 കിഫ്ബി ആക്ട് കൊണ്ടുവരുന്നത്. കിഫ്ബി ആക്ട് 2011 കൊണ്ടുവന്നെങ്കിലും UDF ഗവൺമെന്റ് 2012 ഭരണത്തിൽ വന്നതിന് ശേഷം അവർ കിഫ്ബിയെ തൊട്ടില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പരിപാടി വേണ്ട എന്നും പറഞ്ഞ് മാറ്റി നിർത്തിയിരുന്നു. 2016-17 വീണ്ടും കിഫ്ബിയെ പൊക്കിയെടുത്ത് അതിന്റെ ആക്ടിലൊക്കെ അമെന്റ്മെന്റ് നടത്തിയാണ്, അതായത് CAG ഓഡിറ്റ് പോലും പ്രാഥമിക ഘട്ടത്തിൽ മതി, അല്ലാതെ ഡീറ്റെയിൽഡ് അക്കൗണ്ട് ഇത് വേണ്ട എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി ആണ് ഈ കിഫ്ബിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡും ഒക്കെ ഇഷ്ടം പോലെ കടം വാങ്ങി ചെലവഴിക്കാൻ തുടങ്ങിയത്. അങ്ങനെ കടം വാങ്ങി അതിന്റെ പലിശയും ഒക്കെ കൊടുക്കേണ്ടി വന്ന സാഹചര്യത്തില് എന്നിട്ട് ഇങ്ങനെ കടം വാങ്ങി ചെലവഴിച്ച ഫണ്ടിന്റെ ചെലവഴിക്കലല്ലേ ദൂർത്തോ, അതും നമ്മൾ ഓർക്കണം. ഓരോ പൊതുമരാമത്തിന്റെ കാര്യം തന്നെ എടുക്കാൻ നമുക്ക്. പൊതുമരാമത്തിൽ ചെലവഴിക്കുന്ന പണത്തിന്റെ എന്താണ് പറയാ കാര്യക്ഷമത നമ്മൾ കണ്ടതാണ്. കടലുണ്ടി പാലം താഴേക്ക് പതിക്കുന്നത് നമ്മൾ TV-യിൽ നോക്കി കണ്ടോണ്ടിരുന്നതാണ്. അതുപോലെ തന്നെ വയനാട്, കോഴിക്കോട് വയനാട് ചുരം റോഡ് 53-ാം മൈല് ടാർ ചെയ്ത് കഴിഞ്ഞ് 1 മാസത്തിനകം ഇടിഞ്ഞു താണു, നമ്മൾ കണ്ടതാണ്. ഒക്കെ പോകട്ടെ, ഈ ആലപ്പുഴയില് എന്താ സംഭവിച്ചത്? നിർമ്മാണം നടത്തിയ റോഡ്, ടാർ ചെയ്ത റോഡ് നശിച്ച് നാറാണക്കല്ല് പിടിച്ചു കിടക്കുന്നത് LDF-ന്റെ MP തന്നെ ആരിഫാണ് MP ആരിഫാണ് ഹൈലൈറ്റ് ചെയ്തത്. അത് വലിയ വടക്കിനൊക്കെ പ്രശ്നമായി. പിന്നെ അതുപോലെ അവിടെ ആ സ്കൂളിന്റെ കാര്യം ഒന്നാലോചിച്ചു. തൃശ്ശൂർ ഒരു സ്കൂളിന്റെ ഫോട്ടോഗ്രാഫേഴ്സ് തന്നെ അതിന്റെ പ്ലാസ്റ്ററിങ് വലിച്ച് കൈയും കൊണ്ടും തോണ്ടി താഴെ ഇടുന്നത് ഫോട്ടോഗ്രാഫിലെടുത്ത് നമ്മൾ കണ്ടതാണ് ചാനലുകളിൽ. ഇതുപോലെ ഇത്ര ദൂർത്ത്, അതായത് എങ്ങനെയാണ് ഇങ്ങനെ ക്വാളിറ്റി കുറഞ്ഞു പോകുന്നത്? പൊതുമരാമത്ത് വകുപ്പിലെ വർക്കിന്റെ ഒക്കെ ക്വാളിറ്റി കുറഞ്ഞു പോകുന്നത്. അതായത് വർക്കിൽ ചെല്ലേണ്ട പണം അവിടെ നിന്ന് പലരുടെയും പോക്കറ്റിലേക്കായിട്ട് മാറുന്നു. രാഷ്ട്രീയക്കാരാണ്, ശിങ്കിടികളാണ്, ഒക്കെയാണ്. അങ്ങനെയൊക്കെ മാറുന്നത് കൊണ്ട് ആ വർക്കിൽ പണം വരുന്നില്ല. അങ്ങനെയാണ് ഈ തരത്തിലുള്ള കെടുകാര്യസ്ഥതകളും ഒക്കെ നമ്മൾ കാണുന്നത്. അപ്പൊ സർക്കാർ സർവീസിൽ ഇരിക്കുന്നവരെ അടുത്തേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാം. സർക്കാർ സർവീസില് ഓരോ വകുപ്പിലും ഇരിക്കുന്നവരൊക്കെ മിടുക്കരാണ്.
അതായത് PSC വഴി കടന്നു വന്നവര്, അവര് മിടുക്കില്ലെന്ന് ആരെങ്കിലും കാണിക്കുന്നുവെങ്കിൽ അത് നല്ല ചാട്ടവാറ് കൊണ്ട് അടിക്കുക. ചാട്ടവാറ് കൊണ്ട് അടിക്കുക എന്ന് പറഞ്ഞാൽ ചാട്ടവാറ് കൊണ്ട് അടിക്കണമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കർശന നിർദ്ദേശങ്ങൾ, നിന്റെ പോക്കറ്റിൽ നിന്റെ ശമ്പളം വന്ന് വീഴണമെന്നുണ്ടെങ്കിൽ നിന്റെ ജോലി കൃത്യമായി ചെയ്യുക, കാര്യക്ഷമതയോട് ചെയ്യുക. ആ തരത്തിലുള്ള ചാട്ടവാറടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്കറിയാം അവരെല്ലാം മിടുക്കരാണ്. അങ്ങനെ മിടുക്കർക്ക് മാത്രമേ PSC എന്ന കടമ്പ കടന്ന് ഗവൺമെന്റ് സർവീസിൽ എത്താൻ പറ്റൂ. അങ്ങനെ എത്തിയവരെ ഉറങ്ങുന്നു എങ്കിൽ ഒന്നും ചെയ്തില്ലെങ്കിലും ചോദിക്കാനും പറയാനും ആളില്ല എന്ന ധാരണ അവിടെ പരന്നത് കൊണ്ടാണ്. അപ്പൊ അവരെ കാര്യക്ഷമമാക്കുക. ഈ സർക്കാർ ഓർക്കേണ്ട, LDF സർക്കാർ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് കാൾ മാർക്സ് പറഞ്ഞിരിക്കുന്നത്? കാൾ മാർക്സ് സർവ്വലോക തൊഴിലാളികളെ സംഘടിക്കുവിൻ, സംഘടിച്ച് ശക്തരാകുവിൻ എന്ന് പറഞ്ഞു. അദ്ദേഹം അവരെ എല്ലാം സംഘടിപ്പിച്ചു, അവരെ യോഗ്യരാക്കി അവരോട്. പക്ഷെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യമുണ്ട്. നിങ്ങളുടെ സാങ്കേതിക വിദ്യയിൽ താഴോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് പറ്റാത്ത രീതിയിൽ, സാങ്കേതിക വിദ്യ എപ്പോഴും വളർന്നുകൊണ്ടിരിക്കും. നമുക്കറിയാം ഇപ്പോ AI-യുടെ വരവോട് കൂടിയിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് ലോകത്ത് പെട്ടെന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്, പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ വളരണം. അതിനെന്താണ് മാർക്സ് പറഞ്ഞിരിക്കുന്നത്? ആ മാർക്സിന്റെ ദാസ് ക്യാപിറ്റലൊക്കെ ഒന്ന് എടുത്ത് വായിക്കണം നേതാക്കന്മാർ, അപ്പോഴേ അറിയാവുള്ളൂ. റീസ്കിൽ യുവർ സെൽഫ് എന്നാ പറഞ്ഞിരിക്കുന്നത്. മടിയന്മാരായിട്ടിരുന്ന് കാശ് കൈക്കൂലിയും നോക്കുകൂലിയും മേടിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്, റീസ്കിൽ യുവർ സെൽഫ്. അപ്പൊ അത് ഈ ഗവൺമെന്റില് ഏതെങ്കിലും കാരണവശാല് ആദ്യമൊക്കെ സർവീസിൽ കയറിയവർക്ക് അറിയാൻ വയ്യാത്ത ടെക്നോളജി ഉണ്ടെങ്കിൽ ട്രെയിനിങ് കൊടുത്താൽ മതി. അവരതൊക്കെ അതൊക്കെ എന്താണ് കൈപ്പറ്റാൻ തക്ക ശേഷിയുള്ളവരാണ്. ആ ശേഷി തെളിയിച്ചാണ് അവർ വന്നിരിക്കുന്നത്. അങ്ങനെ അവരെ കൊണ്ട് ചെയ്യിക്കേണ്ട ജോലി അവരെ നോക്കി നിർത്തിച്ച് പുറം കരാർ കൊടുത്ത് ചെയ്യിപ്പിക്കുക. അത് സർക്കാർ ജീവനക്കാരെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്, അവരെ ഇകഴ്ത്തി കെട്ടുന്നതിന് തുല്യമാണ്. അങ്ങനെ ഇകഴ്ത്തി കെട്ടിയിട്ട് അവർക്ക് അർഹതയുള്ളത്, അവർക്ക് ശമ്പളം 5 വർഷം തോറും ശമ്പള പരിഷ്കരണം നടത്തി കൊടുക്കുന്നു. ആ ശമ്പള പരിഷ്കരണത്തിന് പകരം അവരെ കൊണ്ട് നന്നായി ജോലി ചെയ്യിപ്പിക്കുക. അവർക്ക് ശമ്പള പരിഷ്കരണം കൊടുത്തോളൂ, അതിന് ഒരു പ്രശ്നവുമില്ല. കാരണം അത് അവർ അർഹിക്കുന്നതാണ്. പക്ഷെ അർഹത സൃഷ്ടിച്ചെടുക്കാനുള്ള ഒരു സാഹചര്യം, ഒരു അറ്റ്മോസ്ഫിയർ ആ സെക്രട്ടേറിയറ്റിനകത്ത് തന്നെ ഉണ്ടാകണം. ഇതാ കേരളീയം നടക്കുന്നു, എല്ലാവരും ഇറങ്ങി വരൂ, അവിടെ വന്ന് നോക്കി നിൽക്കൂ, ആസ്വദിക്കൂ എന്ന് പറയുകയല്ല വേണ്ടത്. അവനവന്റെ കസേരയിലിരുന്ന് അവനവൻ ചെയ്യേണ്ട ജോലി ചെയ്യുക എന്നാണ് പറയേണ്ടത് ഒരു സർക്കാർ. അങ്ങനെ സർക്കാർ പറയുകയും അങ്ങനെ ജോലി ചെയ്യുകയാണെങ്കിൽ ഈ പറയപ്പെട്ട മിഷൻ മോഡുകളെയൊക്കെ തച്ചുടച്ച് ദൂരെ എറിയുക. എന്നിട്ട് സെക്രട്ടേറിയറ്റിൽ ഓരോ വകുപ്പും ചെയ്യേണ്ട ജോലി അവരെ കൊണ്ട് ചെയ്യിക്കുക. അങ്ങനെയാവുമ്പോ ദൂർത്തുണ്ടാവുകയില്ല, അനാവശ്യ ചെലവ് ഉണ്ടാവുകയില്ല, ഖജനാവിൽ നിന്ന് ചോർച്ച ഉണ്ടാവില്ല, ഖജനാവിലേക്ക് വരുന്ന ഫണ്ട് അവിടെ തന്നെ കിടക്കും. അതുപോലെ തന്നെ കാര്യക്ഷമതയുടെ കാര്യത്തില് ഓരോ സർക്കാർ ഉദ്യോഗസ്ഥനും മുന്നിട്ട് ഞാൻ മുന്നിൽ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കത്തക്ക രീതിയിൽ വേണം അവരെ പ്രോത്സാഹിപ്പിക്കാനും അങ്ങനെ അവരെ മുന്നോട്ട് കൊണ്ടുപോകുക. അങ്ങനെ കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു കാരണവശാലും ഈ പറയപ്പെട്ട ജീവാനന്ദം എന്ന പദ്ധതിക്ക് പ്രസക്തിയേ ഇല്ല, അതിന്റെ ആവശ്യമേ വരുന്നില്ല. അഥവാ അത് കൊണ്ടുവന്നാൽ തന്നെ എനിക്ക് തോന്നുന്നില്ല അതായത് സെൻസിബിൾ ആയിട്ടുള്ള ഗവൺമെന്റ് സെർവൻസ് ആരെങ്കിലും ഈ മൂന്നാമത്തെ ഒരു പദ്ധതി, അതായത് മെഡിസെപ് പദ്ധതി, അത് തന്നെ അവർക്ക് കുരുക്കാണ്. പക്ഷെ അതായത് കോൺട്രിബ്യൂട്ടറി പെൻഷൻ അത് തീർച്ചയായിട്ടും കുരുക്കല്ല. പക്ഷെ അതിനെ നേർവഴിക്ക് നയിക്കണം. നേർവഴിക്ക് നയിച്ചാല് അത് തീർച്ചയായിട്ടും അവർക്ക് വലിയ നല്ലൊരു പദ്ധതിയായിട്ട് പരിണമിക്കും. മറിച്ച് അതേസമയത്ത് ഈ ജീവാനന്ദം എന്തിന്? സർക്കാരിന് വേറെ ഇപ്പോൾ തന്നെ ട്രഷറിയിൽ പെൻഷൻ പറ്റുന്നവരുടെ ഫണ്ട് ട്രഷറിയിൽ ഇട്ടാൽ അവർക്ക് ഒരു ഉയർന്ന പലിശ കൊടുക്കും എന്ന് വാഗ്ദാനം ചെയ്താൽ മാത്രം മതി. ആ ഫണ്ട് എല്ലാം ട്രഷറിയിൽ കിടക്കും. ആ ട്രഷറിയിൽ കിടക്കുന്ന ഫണ്ട് അവരുടെ ആവശ്യം അനുസരിച്ച്, മറിച്ച് എന്താണ് സംഭവിക്കുക? അങ്ങനെ ഒരു ഓഫർ അവർക്ക് കൊടുത്തില്ലെങ്കിൽ, അതായത് അതിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പെർമിഷൻ വേണമെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ കൊണ്ട് ആ നയമാറ്റത്തിന് തയ്യാറാക്കിക്കണം. കേന്ദ്ര ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തീരുമാനങ്ങളിൽ തന്നെ മാറ്റം വരുത്തണം. അതായത് മുത്തൂറ്റിലേക്കോ എന്താണ് പറയുക FCL ഫിൻകോർപ്പിലേക്കോ പോലെയുള്ള കമ്പനികളിലേക്ക് ഈ സർക്കാർ ജീവനക്കാർ വിരമിക്കുമ്പോൾ കിട്ടുന്ന 15 ലക്ഷം മുതൽ 80 ലക്ഷം വരെയുള്ള രൂപ ഒഴുകിപ്പോകാതെ ആ പണം മുഴുവനും ട്രഷറിയിൽ കിടക്കട്ടെ, ഒരു ഉയർന്ന പലിശ അവർക്ക് കൊടുക്കുക. അങ്ങനെ ട്രഷറിയിൽ കിടന്നാൽ ട്രഷറി ഈ പറയപ്പെട്ട ജീവനാന്തത്തിനും ആജീവനാന്തത്തിനും ജീവാനന്ദത്തിനും ഒന്നും പോകേണ്ടി വരില്ല. ആ പണം അവർ ട്രഷറിയിൽ തന്നെ ഇടും. കാരണം മറ്റേതൊരു ഫിൻകോർപ്പിലും കൊണ്ടേ ഇടുന്നതിനേക്കാളും അവർ
ഏതൊരു മലയാളിക്കും വിശ്വാസം കാണും ട്രഷറിയിൽ ഇടുന്നതിനെ പറ്റി. ട്രഷറി ഒരു ദിവസം അടച്ചിട്ടാലും അടുത്ത ദിവസം തുറക്കുമെന്ന് അവർക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഉയർന്ന പലിശ, ICL, ഫിൻകോർപ്പ്, അങ്ങനെ ഏതൊരു മുത്തൂറ്റിലെ എവിടെ കൊണ്ട് കിട്ടുന്ന എത്ര വലിയ പലിശ കിട്ടുമെന്ന് പറഞ്ഞാൽ അതിലൊക്കെ ഒളിഞ്ഞിരിക്കുന്ന വലിയ അപകടം മനസ്സിലാകുന്നവരാണ് നിക്ഷേപകര്. പക്ഷെ ട്രഷറി അങ്ങനെ എൻകറേജ് ചെയ്തുകൊണ്ട് ഉയർന്ന പലിശ കൊടുക്കുകയാണെങ്കിൽ ഈ പണം മുഴുവൻ ട്രഷറിയിൽ കിടക്കും, വർഷങ്ങളോളം കിടക്കും. കാരണം ആവശ്യം അനുസരിച്ച് മാത്രമേ അവരതിൽ നിന്ന് പിൻവലിക്കുകയുള്ളൂ. അങ്ങനെ പിൻവലിക്കാനുള്ള ചില സാഹചര്യങ്ങളും കൂടി, ചില വ്യവസ്ഥകൾ കൂടി വെച്ചു കഴിഞ്ഞാൽ ആ പണം അങ്ങനെ കിട്ടും. അല്ലാതെ ജീവാനന്ദം എന്ന ഒരു പുതിയ വിഭവ സമാഹരണ സ്കീം കൊണ്ടുവരികയും അങ്ങനെ ജീവനക്കാരെ പൂട്ടിയിട്ട് കളയാം എന്ന് വിചാരിക്കുകയും ചെയ്യരുത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയെപ്പറ്റി ഒരു പുനരാലോചന വേണ്ടിവരും. ഇല്ലെങ്കിൽ സർക്കാർ ജീവനക്കാർ ആലോചനയ്ക്ക് ഗവൺമെന്റിനെ വിധേയമാക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.